വിവരങ്ങളുമായി ഷീന മാർട്ടിനുണ്ട്. ഷീന, ഒരു സിനിമയ്ക്ക് റിവ്യൂ എഴുതിയതിന്റെ പേരിലാണ് ഈ മാനേജറെ മർദ്ദിച്ചു എന്ന് പറയുന്നത്. എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? മൊഴിയെടുപ്പ് പൂർത്തിയായോ? എന്തൊക്കെ വിശദാംശങ്ങൾ? അഖില, നിലവിൽ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സിനിമയ്ക്ക് റിവ്യൂ എഴുതി എന്ന പേരിൽ വിപിൻ കുമാറിനെ ഉണ്ണി മുകുന്ദൻ ആക്രമിക്കുന്നത്. ഫ്ളാറ്റിൻ്റെ താഴെ ബേസ്മെൻറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഇത്തരത്തിൽ വിപിൻ കുമാറിനെ ആക്രമിച്ചിട്ടുള്ളത്, വിപിൻ കുമാറിനെ ഉപദ്രവിച്ചിട്ടുള്ളതും. വിപിൻ കുമാറിൻ്റെ കൈകളിൽ ആ പാടുകൾ വ്യക്തമാണ്. വിപിൻ കുമാറിന് മർദ്ദനമേറ്റതിൻ്റെ പാടുകളും വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ മർദ്ദനത്തിൽ ഒപ്പം ഒരു സൺഗ്ലാസ് തകർന്നതും ആയും കാണുന്നുണ്ട്. വിപിൻ കുമാർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം, ഒരു സിനിമയ്ക്ക് റിവ്യൂ എഴുതി അതിൻ്റെ പേരിൽ ആദ്യം ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഫ്ലാറ്റിൽ വന്ന് ഫ്ലാറ്റിൻ്റെ താഴെ വിളിച്ചു വരുത്തി, ബേസ്മെൻറ്റിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ വിപിൻ കുമാർ നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. ഇതുപ്രകാരം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. എന്ന് തന്നെയായാലും ഒരു സിനിമയ്ക്ക് റിവ്യൂ എഴുതി, അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉണ്ണി മുകുന്ദന് സിനിമകളൊന്നും ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു നിരാശ ഉണ്ടായിരുന്നു. ആ നിരാശയ്ക്കിടയിലാണ് ഇത്തരത്തിൽ തൻ്റെ മാനേജർ ഇത്തരത്തിൽ മറ്റൊരു സിനിമയ്ക്ക് നല്ല റിവ്യൂ എഴുതുന്നത്, നരിവേട്ട എന്ന സിനിമയ്ക്ക് നല്ല റിവ്യൂ എഴുതുന്നത്. ആ സിനിമയ്ക്ക് നല്ല റിവ്യൂ എഴുതിയതിൻ്റെ പേരിലാണ് പിന്നീട് ഇനി മാനേജർ പദവിയിൽ തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനം ഉണ്ണി മുകുന്ദൻ സ്വയം എടുക്കുന്നത്. വിപിൻ കുമാർ പറയുന്നതനുസരിച്ച് ഉണ്ണി മുകുന്ദനൊപ്പം അധികം നാളുകൾ ആരും പണിയെടുക്കാൻ തയ്യാറാവില്ല. കാരണം ഇത്തരത്തിൽ മാനേജർമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള സ്വഭാവമാണ് ഉണ്ണി മുകുന്ദൻ സാധാരണയായി കാണിക്കാറുള്ളത് എന്നുള്ള തരത്തിലൊക്കെയുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉണ്ണി മുകുന്ദനെതിരെ വിപിൻ കുമാർ ഉന്നയിക്കുന്നത്. അഖില, ഈ വിപിൻ കുമാർ എത്ര വർഷമായി ഉണ്ണി മുകുന്ദനൊപ്പം ജോലി ചെയ്യുന്നുണ്ട്? 6 വർഷത്തോളമായി വിപിൻ കുമാർ ഉണ്ണി മുകുന്ദനൊപ്പം തന്നെ ഉണ്ട് എന്നാണ് വിപിൻ കുമാർ പറഞ്ഞത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒപ്പം ഉണ്ണി മുകുന്ദനൊപ്പം തന്നെയുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ PR വർക്കുകളൊക്കെയും താൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു സിനിമകളിലും താൻ റിവ്യൂ എഴുതുന്ന ആളാണ്. താൻ സിനിമകൾ കാണുന്ന ആളാണ്. കഴിഞ്ഞ 18 വർഷമായി ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് റിവ്യൂ എഴുതുക, അല്ലെങ്കിൽ നല്ല സിനിമകളെ നല്ലത് എന്ന് പറയുന്ന കാര്യം അത്ര തെറ്റായ ഒരു കാര്യമല്ല എന്നുള്ളൊരു നിലപാടാണ് വിപിൻ കുമാർ എടുത്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ സിനിമയില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നരിവേട്ട എന്നൊരു സിനിമ ആ സിനിമ ഹിറ്റാവുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു പേടി കൊണ്ടാണോ എന്തോ അത്തരത്തിലൊരു നിരാശ ഉണ്ണി മുകുന്ദന് തോന്നിയിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു പ്രകോപനമുണ്ടായതും തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചതെന്നുമാണ് ഇത്തരത്തിൽ വിപിൻ കുമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അഖില, വിപിൻ കുമാറിന്റെ പ്രതികരണം നമ്മൾ കണക്കിലെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരാളും ഉണ്ണി മുകുന്ദന്റെ കൂടെ അധിക നാൾ ജോലി ചെയ്യില്ല എന്നാണ്. ഇതേ തരത്തിലുള്ള അനുഭവങ്ങൾ മുൻപും ആളുകൾക്കുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായും അഖില. ഇതിന് മുൻപുമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും താൻ ഇത്രയധികം നാൾ ഉണ്ണി മുകുന്ദനൊപ്പം തന്നെ തുടരുകയായിരുന്നു. പക്ഷേ പിന്നീട് അതിപ്പോൾ ഇത്തരത്തിൽ ശാരീരിക ഉപദ്രവത്തിലേക്ക് എത്തിയപ്പോഴാണ് പരാതിയുമായി വന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ വിപിൻ കുമാർ പറഞ്ഞിട്ടുള്ളത്. അഖില, ശരി, ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി മുൻ മാനേജർ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു കഴിഞ്ഞു. കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാർ പരാതി നൽകിയത്. ഇവർ തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. പോലീസ് പരാതിക്കാരന്റെ മൊഴിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെ തുടർ നടപടികളാണെന്നാണ് പരിശോധിക്കേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ. ഷീനയുണ്ട് വിവരങ്ങളുമായി. ഷീനയ്ക്ക് തുടരാം. അഖില, നിലവിൽ ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദൻ പറയുന്ന വിപിൻ കുമാറിനെ ഉപദ്രവിച്ചതിന് ശേഷം നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മണിക്കൂറോളമായി പോലീസ് സ്റ്റേഷനിൽ വിപിൻ കുമാർ ഉണ്ടായിരുന്നു. വിശദമായ മൊഴിയെടുപ്പും FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുള്ളതാണ്. ഇനിയാണ് തുടർ നടപടികൾ ഉണ്ടാകുന്നത്. മർദ്ദനത്തിനാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. അത് അത്തരത്തിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരം തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. തുടർ നടപടികൾ ഇനി
ഇനിയാണ് ഉണ്ടാകേണ്ടത്. ഇനി ഉണ്ണി മുകുന്ദനെതിരെ കേസുണ്ടായാൽ ഉണ്ണി മുകുന്ദൻ്റെ ഭാഗം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. എന്താണ് ഇതിനുള്ളൊരു കാരണം എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. നിലവിൽ പറഞ്ഞു വെക്കുന്ന കാരണം എന്ന് പറയുന്നത് നരിവേട്ട എന്ന സിനിമയ്ക്ക് നല്ല രീതിയിൽ റിവ്യൂ എഴുതി, നല്ല സിനിമയെ നല്ലതെന്ന് പറഞ്ഞു. ആ സിനിമ തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നല്ലൊരു റിവ്യൂ എഴുതിയതിനാണ് ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാറിനെ വിളിച്ച് അസഭ്യം പറയുന്നതും പിറ്റേന്ന് തൻ്റെ ഫ്ലാറ്റിലെത്തി തന്നെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ മർദ്ദിക്കുന്നതും മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ലഭ്യമായേക്കാമെന്നും വിപിൻ കുമാർ പറയുന്നുണ്ട്. അതോടൊപ്പം മർദ്ദിച്ചതിൻ്റെ പാടുകളും വിപിൻ കുമാറിൻ്റെ കൈകളിലും മറ്റുമുണ്ട്. മർദ്ദനത്തിൽ ഇത്തരത്തിൽ ഒരു സൺഗ്ലാസ് തകർന്നു പോയിട്ടുമുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സിനിമയ്ക്ക് നല്ല സിനിമയ്ക്ക് റിവ്യൂ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ മർദ്ദിക്കുന്നത് ശരിയായ രീതിയല്ല എന്നതിനാലാണ് പരാതി നൽകാൻ വന്നതെന്ന് പറയുന്നു. അതായത് ഇത്രയും നാൾ ഉണ്ണി മുകുന്ദനൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തി, കുറച്ച് കാലങ്ങളായി ഉണ്ണി മുകുന്ദനൊപ്പം തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയെ മർദ്ദിച്ചത് അത്രയധികം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ളത്. അതിനു മുൻപും പ്രശ്നങ്ങൾ തങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ഉണ്ണി മുകുന്ദൻ്റെ കൂടെ തന്നെ നിന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വഷളായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇപ്പോൾ വിപിൻ കുമാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ തുടരന്വേഷണം തന്നെയായിരിക്കും ഇനി തുടർ നടപടികളുമായി നടക്കുക. അഖില. ശരി, നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിലും ഫെഫ്കയിലും പരാതി നൽകിയിരിക്കുകയാണ് മാനേജർ വിപിൻ കുമാർ. അതിൽ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. DLF ഫ്ളാറ്റിൽ വെച്ച് തന്നെ മർദ്ദിച്ചുവെന്നാണ് മാനേജർ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന് പുറമെ സിനിമാ സംഘടനയായ ഫെഫ്കയിലും പരാതിയുണ്ട്. ഇൻഫോപാക് പോലീസാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഒടുവിലിറങ്ങിയ സിനിമ പരാജയപ്പെട്ട സാഹചര്യത്തിൽ വിപിൻ മറ്റൊരു സിനിമയെ പ്രകീർത്തിച്ചെഴുതിയ സിനിമ കുറിപ്പാണ് ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിച്ചത്. അതിന്മേലാണ് ഇയാളെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടർ നടപടികൾ സ്വീകരിക്കും. ഉണ്ണി മുകുന്ദൻ്റെ പ്രതികരണവും ഇനിയായിരിക്കും ലഭ്യമാവുക. ഷീന മാട്ടനാണ് വിവരങ്ങൾ നൽകിയത്.